ആദ്യമായിട്ട് അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി ഞാൻ പറയുന്നു. ഞാൻ ഈ കൃപാസനത്തിൽ വന്നത് കഴിഞ്ഞ 5/3/2024 5/5/2024 ഞാൻ ഈ സന്നിധിയിൽ വന്നിട്ട് ഉടമ്പടി എടുത്തു. അന്ന് 6 നിയോഗങ്ങൾ ഞാൻ മാതാവിന് മുമ്പിൽ എൻ്റെ ഉടമ്പടി പത്രികയിൽ എഴുതി ഇവിടെ മാതാവിൻ്റെ പേടകത്തിൽ അർപ്പിച്ചിട്ടാണ് ഞാൻ പോയത്. ഒന്ന്, എനിക്ക് സ്വന്തമായിട്ട് 1 സെൻറ്റ് സ്ഥലം പോലും ഇല്ലായിരുന്നു. 2, കയറി കിടക്കാനൊരു വീടില്ല, ഒരു തൊഴിൽ, കടബാധ്യത, അങ്ങനെ അനേകം പ്രശ്നങ്ങൾ കൂടിയാണ് ഞാൻ പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇവിടെ വന്ന് 5 ഉടമ്പടി എടുത്ത് ഞാൻ ഇവിടുന്ന് തിരിച്ചു പോയി. 3 ദിവസം കഴിഞ്ഞില്ല, എനിക്ക് 5 സെൻറ്റ് സ്ഥലം വാങ്ങിക്കാനായിട്ട് മാതാവ് അനുഗ്രഹം തന്നു. വെറും 1000 രൂപ അഡ്വാൻസ് കൊടുത്ത് 4.25 ലക്ഷം രൂപയുടെ സ്ഥലം ഞാൻ വാങ്ങുന്നു. അതിനുശേഷം ബാക്കി പൈസ കൊടുക്കണം. പലരിൽ നിന്നായി 1 ലക്ഷം രൂപ കടം വാങ്ങി. ആ പൈസ കൊടുക്കാനായിട്ട് പോയി കഴിഞ്ഞപ്പോഴാണ് വേറൊരു തൊഴിലില്ലല്ലോ, അറിയാവുന്ന ഒരു തൊഴിൽ ഡ്രൈവിംഗ് ആണ്, ഒരു വണ്ടി വാങ്ങിക്കാം. ഞാൻ എൻ്റെ ഇടവകാരിയുടെ അടുത്ത് എന്ന് പറഞ്ഞു, അച്ഛനോടൊക്കെ ഞാനൊരു വണ്ടി വാങ്ങിക്കാൻ പോവാണ്, ചേട്ടനെ എടുക്കുന്നുണ്ടെങ്കിൽ ഒരു ബൊലേറോ എടുത്തുകൊണ്ട് വന്നാൽ മതി എന്നോട് പറഞ്ഞു. ഞാൻ പലരെയും സമീപിച്ചു. അവസാനം എൻ്റെ കൂട്ടുകാരൻ 1 ലക്ഷം രൂപയ്ക്ക് എനിക്കൊരു ബൊലേറോ തന്നു. ബാക്കി 3 ലക്ഷം രൂപ അവന് കൊടുക്കണം, സ്ഥലത്തിൻ്റെ ബാക്കി പൈസ കൊടുക്കണം. ആ സ്ഥലം തന്ന ചേച്ചിയാണെങ്കിൽ പട്ടയം എഴുതി തരുന്നില്ല. ഞാൻ വീണ്ടും ഈ നടയിൽ വന്നു. ഈ നടയിൽ വന്നിട്ട് ഇവിടുന്ന് ഞാൻ കരഞ്ഞു വിളിച്ച് പ്രാർത്ഥിച്ച് പുറത്തെ മാതാവിന് മുമ്പിൽ കരഞ്ഞിട്ട് പറഞ്ഞു, ഞാൻ പോവാണ്, ഇനി എനിക്ക് ഉത്തരം തരാതെ ഞാൻ നിൻ്റെ അടുത്തേക്ക് വരികയില്ല എന്ന്. ആ സമയം എന്നെ വില്ലേജ് ഓഫീസിൽ വിളിച്ചു. ഇതാ ചേട്ടൻ്റെ സ്ഥലത്തിൻ്റെ പട്ടയം റെഡിയായിട്ടുണ്ട്, ചേട്ടൻ വന്ന് വാങ്ങിച്ചുകൊണ്ട് പോയിക്കൊള്ളുക എന്ന്. ഞാനിവിടുന്ന് ചെന്ന് സ്ഥലത്തിൻ്റെ പട്ടയം വാങ്ങിക്കുന്നു. എന്നെക്കുറിച്ചോ എൻ്റെ ജീവിത പങ്കാളിയെക്കുറിച്ചോ എൻ്റെ ഫാമിലിയെക്കുറിച്ചോ യാതൊരു അറിവുമില്ലാത്ത അമേരിക്കയിൽ നിന്നുള്ള കുറച്ച് സിസ്റ്റർമാരും ഒരു വൈദികനും എന്നെ തേടിപ്പിടിച്ച് ഞാൻ താമസിക്കുന്ന എൻ്റെ വീട്ടിൽ വരുന്നു. എനിക്കൊരു ഭവനം, ചേട്ടാ, ഇന്ത്യയിൽ ആകപ്പാടെ 15 പേർക്കേ ഒരു ഭവനമുള്ളൂ. അതിൽ നിന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചതിൽ ചേട്ടൻ്റെ പേരാണ് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് ചേട്ടനൊരു വീട് വെച്ച് തരാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണെന്ന് പറഞ്ഞു. 20 ലക്ഷം രൂപ മുടക്കി എനിക്ക് അവരൊരു വീടും വെച്ച് തന്നു. കഴിഞ്ഞ വെള്ളിയാഴ്ച ആ വീട് വെഞ്ചരിച്ചു. താക്കോൽ എനിക്ക് കൈമാറി. ആ വീടിൻ്റെ താക്കോലാണിത്. അതുപോലെ വണ്ടി ആഴ്ചയിൽ 2 ദിവസം ഞാൻ ഈ മാതാവിൻ്റെ നടക്കൽ എൻ്റെ വണ്ടിയിൽ ആളുകളുമായിട്ട് വരുന്നുണ്ട്. വെറും 7 പേരെ ഉള്ളൂ എങ്കിലും 172 കിലോമീറ്റർ വൺ സൈഡ് ഓടി ഇവിടെ എത്തണം. ആഴ്ചയിൽ 2 ദിവസം ഞാൻ ഈ നടയിൽ വരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഇവിടെ വന്നു, വ്യാഴാഴ്ച ഇവിടെ നിന്ന് തിരിച്ചു പോന്നു. തിരിച്ചു പോകുന്ന വഴിക്ക് നിങ്ങൾക്ക് അറിയാമോ എന്നറിയില്ല, മുണ്ടക്കയത്തിൻ്റെ മേളിൽ മുറിഞ്ഞുപുഴയിൽ വഴിയിൽ 5 ആന നിൽക്കുകയാണ്. 5 ആന. ഞാൻ ടേണിങ് തിരിഞ്ഞ് ഞാൻ കയറി ചെല്ലുന്നു. 5 ആന, 2 ആന നേരെ പുറം തിരിഞ്ഞു. ഞാൻ മാതാവേ എന്നൊന്ന് വിളിച്ചു. ഞാൻ കാല് കൊടുത്തു. എൻ്റെ വണ്ടി പാസ് ചെയ്ത് പോയി. മുകളിൽ നിന്ന് ഇറങ്ങി വന്ന വണ്ടിക്കാരോട് ഞാൻ പറഞ്ഞു, ഒരു കാരണവശാലും നിങ്ങൾ ഇറങ്ങി പോരുത്, ആന വഴിയിലുണ്ട്. ചേട്ടാ, ഒരിക്കലും അവിടെ ആന ഇല്ലാത്തതാണെന്ന് പറഞ്ഞു. ശരിയാണ്, എൻ്റെ ഈ 53 വയസ്സിനിടയ്ക്ക് ഞാൻ ഒരിക്കലും മുറിഞ്ഞുപുഴയിൽ ഞാൻ ആനയെ കണ്ടിട്ടില്ല. പക്ഷെ ഞാൻ കണ്ടു, എൻ്റെ കൂടെ ഉണ്ടായിരുന്നവരും കണ്ടു, അവരും രക്ഷപ്പെട്ടു. അമ്മ മാതാവിൻ്റെ ഒറ്റ കൃപ കൊണ്ട് മാത്രമാണ് ഞങ്ങൾ അന്ന് രക്ഷപ്പെട്ടത് ഞാൻ വിശ്വസിക്കുന്നു. ഇന്നലെ വൈകിട്ട് ഞാൻ വീണ്ടും വണ്ടിയെടുത്തു. ഇന്ന് വെളുപ്പിന് 5 മണിക്ക്, കൃത്യം 5 മണിക്ക് ഞാൻ ഇവിടെ എത്തി. എൻ്റെ കൂടെ അനേകായിരം ആളുകൾ ഇവിടെ ഇപ്പോൾ വരുന്നുണ്ട്. ഇന്ന് ഉടമ്പടി എടുക്കുന്നവരുണ്ട്. പിന്നെ പ്രേക്ഷിത പ്രവർത്തനം ഞാൻ പത്രം കൊടുക്കുന്നുണ്ട്. എൻ്റെ വീടിനടുത്ത് ആകാശപ്പറവ എന്ന് പറഞ്ഞ കുറച്ച് വൃദ്ധജനങ്ങൾ താമസിക്കുന്നുണ്ട്. അവർക്ക് എന്നാൽ കഴിയാവുന്ന സഹായങ്ങൾ ഞാൻ ചെയ്യുന്നുണ്ട്. കുമ്പസാരം കുർബാന മാസത്തിൽ 2 ദിവസമുണ്ട്. എൻ്റെ ഇടവകപ്പള്ളിയിൽ കൈക്കാരനായിട്ട് പുതിയതായിട്ട് ഞാനിപ്പോൾ കയറി. എനിക്ക് അനേകരെ സഹായിക്കാൻ, അനേകരെ എനിക്ക് എൻ്റെ ഈ അമ്മയുടെ നടയിൽ കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നുണ്ട്. അതാണ് എനിക്കിവിടെ വന്ന ഉടമ്പടി എടുത്തതിൽ ലഭിച്ച ഏറ്റവും വലിയൊരു സൗഭാഗ്യം എന്ന് പറയുന്നത്. കാരണം ആഴ്ചയിൽ ഒരിക്കൽ വരാൻ പറ്റി, അല്ല 2 പ്രാവശ്യം വരാൻ പറ്റി. എൻ്റെ സ്വഭാവം വളരെ മോശമായിരുന്നു. 1/2 ലിറ്റർ മദ്യം ഒരു ദിവസം എനിക്ക് തികയത്തില്ലായിരുന്നു. ഒറ്റയ്ക്ക് ഒരു ദിവസം 1/2 ലിറ്റർ മദ്യം. ആ മദ്യപാനം നിർത്തി, ബാക്കി ദുസ്വഭാവങ്ങളെല്ലാം നിർത്തി സന്തോഷവും സമാധാനമായിട്ട് പോകുന്നു. 7 മണിക്ക് കുടുംബ പ്രാർത്ഥന, രാവിലെ 5 മണിക്ക് എണീക്കും, പ്രാർത്ഥന ചെല്ലും. 5:30 മാതാവിനോടുള്ള പ്രാർത്ഥനകൾ ചെല്ലും. അങ്ങനെ പോകുന്നു. ഭാര്യയുണ്ട്, ഒരു കുഞ്ഞുണ്ട്. ഇനിയും അനേകം ഈ നടയിലേക്ക്, അമ്മയുടെ നടയിലേക്ക് കൊണ്ടുവരാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്.
പിന്നെ ഒരു കാര്യം സഹോദരങ്ങളെ, വണ്ടിക്ക് ഓട്ടം കിട്ടുവാനും അനേകരെ അമ്മയുടെ ഈ നടയിലേക്ക് കൊണ്ടുവരാനായിട്ടും നിങ്ങൾ എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം. ശ്രമിക്കായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സങ്കീർത്തനങ്ങൾ 138 7, 8 തിരുവചനങ്ങൾ. കഷ്ടതകളിലൂടെ കടന്നു പോകുന്നെങ്കിലും എൻ്റെ ജീവനെ അവിടുന്ന് പരിപാലിക്കുന്നു. അവിടുത്തെ വലതുകരം എന്നെ രക്ഷിക്കും. എന്നെക്കുറിച്ചുള്ള തൻ്റെ നിശ്ചയം കർത്താവ് നിറവേറ്റും. കർത്താവെ, അവിടുത്തെ കാരുണ്യം അനന്തമാണ്. അങ്ങയുടെ സൃഷ്ടിയെ ഉപേക്ഷിക്കരുതേ. സിജി തോമസ് എന്ന ഈ സഹോദരൻ്റെ ഉടമ്പടി ജീവിതാനുഭവ സാക്ഷ്യമാണ് നാം കേട്ടത്. 1 സെൻറ്റ് സ്ഥലമോ വീടോ വാഹനമോ ഒന്നുമില്ലാതിരുന്ന സഹോദരൻ ഉടമ്പടി എടുത്ത് അല്പനാളുകൾ കൊണ്ട് ഏതാണ്ട് 1 വർഷത്തിനുള്ളിൽ 1.5 വർഷത്തിനുള്ളിൽ അമ്മ മാതാവ് എങ്ങനെ കാത്തുപരിപാലിച്ചു, ഓരോ വഴികൾ തുറന്നു കൊടുത്തു, അതോരോ വഴികളും എങ്ങനെ ഭൗതിക ജീവിതത്തിൻ്റെ അനുഗ്രഹങ്ങളും ആത്മീയ ജീവിതത്തിൻ്റെ കൃപകളും മറ്റനേകർക്ക് അനുഗ്രഹത്തിനുള്ള ഉപകരണവുമായി സഹോദരനെ മാറ്റിയെന്ന വാക്കുകളിലൂടെ സാക്ഷ്യപ്പെടുത്തുകയാണ്. 5 സെൻറ്റ് സ്ഥലം സ്വന്തമായി ലഭിച്ചതിനെക്കുറിച്ച്, ഒരു വാഹനം വാങ്ങുവാൻ സാധിച്ചതിനെയും അതിലൂടെ ഏറ്റവും ശക്തമായൊരു പ്രേക്ഷിത പ്രവർത്തനം ദൈവത്തെ അറിയുവാനും അറിഞ്ഞവരെ വിശ്വാസത്തിൽ ആഴപ്പെടുത്തുവാനും അമ്മ മാതാവിൻ്റെ തിരുനടയിലേക്ക് നിരന്തരം കൊണ്ടുവരുവാനുള്ള ഒരു ഉത്തരവാദിത്വത്തോടു കൂടിയുള്ള പ്രേക്ഷിത പ്രവർത്തനം നിർവഹിക്കുവാൻ മകനെ സഹായിക്കുന്നതിനെ മകൾ സാക്ഷ്യപ്പെടുത്തി. അതോടൊപ്പം തന്നെ പ്രത്യേകമായിട്ട് വീട് നിർമ്മാണം പൂർത്തീകരിച്ചെടുക്കുവാൻ മകന് സാധിച്ചതിനെക്കുറിച്ച് പങ്കുവച്ചു. അപകടങ്ങളിലും അവിചാരിത വിഷയങ്ങളിലും അമ്മ മാതാവിൻ്റെ സാന്നിധ്യം കൊണ്ട് സംരക്ഷണം ലഭിക്കുകയും എപ്പോഴും കാത്തുകൊണ്ട് ജീവിതത്തെ മുന്നോട്ട് നയിക്കുകയും ചെയ്തതിനെ ആ യാത്രക്കിടയിലുണ്ടായ ആനകളുടെ ശല്യത്തിൽ നിന്ന് അത്ഭുതകരമായി യാത്ര ചെയ്ത ഓരോരുത്തരെയും സംരക്ഷിച്ച് അനുഗ്രഹിച്ചതിനെ സൂചിപ്പിച്ചുകൊണ്ട് സാക്ഷി